സക്കറിയെ പറ്റി എനിക്ക് തോന്നിയത് ആകാശം ഇടിഞ്ഞ് നേരെ സക്കറിയുടെ നേരെ വന്നാൽ ഇങ്ങനെ അങ്ങ് കൈ പിടിക്കും. അവിടെ നിർത്താനുള്ള ചങ്കൂറ്റമുള്ള തൃശ്ശൂർ ജീവിതത്തിൽ നമ്മുടെ ഉണ്ണിമേനോനെ പോലെ തന്നെ പത്മനാഭൻ സാറിൻ്റെ മറ്റൊരു സുഹൃത്തായിരുന്നു കൂട്ടുകാർക്കിടയിൽ വർക്കി എന്ന് വിളിപ്പേരുള്ള ഗീവർഗീസ്. മമ്മൂക്ക പറഞ്ഞ ഈ ചങ്കൂറ്റത്തിൻ്റെ സർവ്വലക്ഷണങ്ങളും അടങ്ങിയ സക്കറിയയുടെ മറ്റൊരു പകർപ്പായിരുന്നു സത്യത്തിൽ വർക്കി. 1983 റിലീസാവേണ്ട സിനിമയായിരുന്നു അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ. 82 കൂടവിടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം അരപ്പട്ടയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചതാണ്. എന്നാൽ പല സാങ്കേതിക കാരണങ്ങളാലും ഈ സിനിമയുടെ ഷൂട്ടിംഗ് നിർത്തിവെക്കേണ്ടി വരുന്നു. പിന്നീട് 3 വർഷങ്ങൾക്ക് ശേഷം 1986 ഈ സിനിമയുടെ ഷൂട്ടിംഗ് പുനരാരംഭിക്കുന്നത്. 2-2.5 വർഷത്തെ ഗ്യാപ്പാണ്. അതിനോടകം നായകനായ മമ്മൂക്ക ഒരു സൂപ്പർ താരമായി മാറിയിരുന്നു. അതുമാത്രമല്ല, ക്ലൈമാക്സ് രംഗങ്ങൾ ചിത്രീകരിക്കാൻ മമ്മൂട്ടി ഉൾപ്പെടെ ആ സിനിമയിൽ അണിനിരന്ന താരങ്ങളുടെ ഡേറ്റ് ഇഷ്യൂ കാരണം ഒരു 36 മണിക്കൂറോളം നീളുന്ന മാരത്തോൺ ഷൂട്ട് നടത്തിയാണ് ഈ സിനിമയുടെ ക്ലൈമാക്സ് രംഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു മലയാള സിനിമയുടെ ചരിത്രത്തിൽ അന്ന് വരെ അങ്ങനെ ഒരു മാരത്തോൺ ഷൂട്ട് നടന്നതായി ഒരറിവുമില്ല. ഇപ്പോഴും അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ എന്ന സിനിമ കണ്ടാൽ ഇത് അത്ര വലിയൊരു ഗ്യാപ്പുള്ളൊരു സിനിമയായിട്ടൊന്നും എനിക്ക് തോന്നാറേ ഇല്ല. അത് അത്രത്തോളം പെർഫെക്ഷനോട് കൂടിയാണ് അതിൻ്റെ അസിസ്റ്റൻറ്റുമാർ അതിൻ്റെ കണ്ടിന്യൂറ്റി നിർവഹിച്ചിരിക്കുന്നത്. വീണ്ടും അഭിനയിക്കണമെന്ന് മമ്മൂക്ക ആഗ്രഹം പ്രകടിപ്പിച്ച സിനിമകളിലൊന്നാണ് അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ. അത് ആ കഥാപാത്രത്തോട് കൂടുതൽ നീതി പുലർത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നത് അദ്ദേഹം സക്കറിയ എന്ന കഥാപാത്രത്തോട് 100% നീതി പുലർത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. റിലീസായ സമയത്ത് ഒരു പരാജയ ചിത്രമായിരുന്നെങ്കിൽ പോലും 40 വർഷങ്ങൾക്കിപ്പുറവും അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ആ സിനിമയുടെ കലാമൂല്യം കൊണ്ട് മാത്രമാണ്.